പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് സത്സംഗവേദിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പുനർജന്മ രഹസ്യം എന്നുള്ളതാണ്. പുനർജന്മ സങ്കല്പം അതിഗഹനമായ ഒരു പ്രഹേളികയാണ്. അതിനെ നമുക്ക് ഒരു ചോദ്യോത്തര രീതിയിൽ ഇവിടെ ചർച്ച ചെയ്യാം. ചോദ്യം, അതിനുള്ള ഉത്തരം, ആ രീതിയിൽ. ആദ്യം തന്നെ പുനർജന്മം എന്നാൽ എന്താണ്? എപ്പോഴാണോ ജീവാത്മാവ് ഒരു ശരീരം വെടിഞ്ഞ് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നത്, അഥവാ ജീവാത്മാവ് വീണ്ടും ജന്മമെടുക്കുന്നത്, ആ പ്രക്രിയയാണ് പുനർജന്മം എന്ന് പറയുന്നത്. പുനർജന്മം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓരോ ജന്മത്തിലും നാം, അതായത് ജീവാത്മാവ്, ചെയ്യുന്ന സത്കർമ്മങ്ങളുടെയും അസത്കർമ്മങ്ങളുടെയും ഫലം ആ ജന്മത്തിൽ അനുഭവിച്ച് തീരാതെ വരുമ്പോൾ അതിനായി മറ്റൊരു ജന്മം അഥവാ പുനർജന്മം വേണ്ടിവരുന്നു. കർമ്മഫലങ്ങൾ അതേ ജന്മത്തിൽ തന്നെ എന്തുകൊണ്ട് അനുഭവിച്ച് തീരുന്നില്ല? മുജ്ജന്മത്തിൽ അനുഭവിച്ച് തീരാത്ത കർമ്മഫലങ്ങൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്നു. അതിനു പുറമെ ഈ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലങ്ങൾ കൂടിയാകുമ്പോൾ മുഴുവനും അനുഭവിച്ച് തീരുവാൻ ഒരു ജീവിതകാലം കൊണ്ട് മതിയാകാതെ വരുന്നു. അതുകൊണ്ട് വീണ്ടും വീണ്ടും ജന്മം കൂടിയേ തീരൂ. പുനർജന്മമുണ്ടെന്ന്, അഥവാ അത് സത്യമാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം? പുനർജന്മത്തെ അറിയണമെങ്കിൽ ജീവൻ, മൃത്യു, ശരീരം, ഈ അവസ്ഥകളെ അറിയണം. ഇവ അറിയണമെങ്കിൽ ശരീരം എന്താണ് എന്നറിയണം. അപ്പോൾ എന്താണ് ശരീരം? ഈശ്വരന് രണ്ട് ഭാവങ്ങളുണ്ട്, പുരുഷനും പ്രകൃതിയും, അഥവാ സ്രഷ്ടാവും സൃഷ്ടിയും. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെയാണ് പ്രകൃതിയും പുരുഷനും. പ്രകൃതിയുടെ സൂക്ഷ്മഭാവമാണ് മൂലപ്രകൃതി എന്ന് പറയുന്നത്. അതിൻ്റെ സ്ഥൂലഭാവമാണ് ബാഹ്യപ്രകൃതി, അഥവാ ഈ പ്രപഞ്ചം. മൂലപ്രകൃതിയിൽ സത്വ, രജസ്, തമോ ഗുണങ്ങൾ സമ അവസ്ഥയിലായിരിക്കും. അതിനാൽ അത് നിർഗുണാവസ്ഥയ്ക്ക് തുല്യമാണ്. ഉദാഹരണത്തിന് സൂര്യപ്രകാശത്തിൽ 7 നിറങ്ങൾ ഒന്നുചേരുമ്പോൾ നിറമില്ലാതെയാകുന്നു, അഥവാ വെള്ള നിറമാകുന്നു. അതുപോലെ ഈ സത്വരജസ് തമോ ഗുണങ്ങൾ മൂലപ്രകൃതിയിൽ നിർഗുണഭാവത്തിലാണ്. ഈ മൂലപ്രകൃതിയിൽ നിന്നുമാണ് ശരീരം നിർമ്മിക്കപ്പെടുന്നത്. ശരീരത്തിന് 3 ഭാവങ്ങളുണ്ട്: സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ഇങ്ങനെ 3 ശരീരങ്ങൾ നമുക്കുണ്ട്. എന്താണ് സൂക്ഷ്മ ശരീരം? അതെങ്ങനെ ഉണ്ടാകുന്നു? അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? മൂലപ്രകൃതിയിൽ നിന്നും ആദ്യം ഓരോ ജീവിയുടെയും ബുദ്ധിതത്വം പ്രകടമാകുന്നു. ബുദ്ധിയിൽ നിന്നും അഹങ്കാരം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന അഹങ്കാരം എന്നുള്ളതല്ല, ഞാൻ എന്ന അസ്തിത്വബോധം, അഹം എന്ന ബോധം ഉണ്ടാകുന്നു. അഹങ്കാരത്തിൽ നിന്നും മനസ്സ് ഉരുത്തിരിയുന്നു. മനോ, ബുദ്ധി, അഹങ്കാരങ്ങളുടെ ഈ സമന്വയത്തിൽ നിന്നും 5 ജ്ഞാനേന്ദ്രിയങ്ങളും, ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്ക്, അതുപോലെ 5 കർമ്മേന്ദ്രിയങ്ങളും, പാണി, പാദം, വാക്ക്, പായു, ഉപസ്ഥം. ഇതാണ് 5 കർമ്മേന്ദ്രിയങ്ങൾ. അവയുടെ സൂക്ഷ്മഭാവങ്ങൾ ഉണ്ടാകുന്നു. എവിടെ നിന്നും? മനസ്സിൽ നിന്നും. 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, അതായത് അവയുടെ സൂക്ഷ്മഭാവങ്ങൾ. ഇവയോടൊപ്പം പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മഭാവമായ പഞ്ചതന്മാത്രകളും ചേരുന്നു. പഞ്ചതന്മാത്രകൾ എന്ന് പറഞ്ഞാൽ രൂപം, രസം, ശബ്ദം, സ്പർശം, ഗന്ധം. ഇതാണ് പഞ്ചതന്മാത്രകൾ എന്ന് പറയുന്നത്. അവ അങ്ങനെ പഞ്ചതന്മാത്രകളും പഞ്ചപ്രാണനുകളും, 5 തരം പ്രാണനുണ്ട് നമ്മുടെ ശരീരത്തിൽ. പ്രാണൻ, അപാനൻ, സമാനൻ, ഉദാനൻ, വ്യാനൻ. ഇവയെല്ലാം ചേരുന്നു. ഇവയെല്ലാം ചേരുന്നതിനെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. ഇനി എന്താണ് കാരണശരീരം?
സത്വ രജസ് തമോ ഗുണങ്ങൾ തുടക്കത്തിൽ ഇവ സമാവസ്ഥയിലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞല്ലോ. വാസനകൾ, ശീലങ്ങൾ, സ്വഭാവം, കർമ്മഫലങ്ങൾ. തുടക്കത്തിൽ ഈ കർമ്മഫലങ്ങളൊന്നും ഉണ്ടാവില്ല. ജന്മം സിദ്ധിച്ചതിന് ശേഷമേ കർമ്മവും ഫലങ്ങളും ഉണ്ടാകും. അപ്പോൾ തുടക്കത്തിൽ അവ ശൂന്യമായിരിക്കും ഈ കർമ്മഫലങ്ങൾ. പിന്നീട് വരുന്ന ജന്മങ്ങളിൽ ഈ കർമ്മഫലങ്ങളും സഞ്ചിതമായിട്ട് അവിടെ ഉണ്ടാകും. അങ്ങനെ സത്വരജസ് തമോ ഗുണങ്ങൾ, നമ്മുടെ വാസനകൾ, ശീലങ്ങൾ, സ്വഭാവം, കർമ്മഫലങ്ങൾ ഇവയെല്ലാം ചേരുന്നതിനാണ് കാരണശരീരം എന്ന് പറയുന്നത്. ഈ കാരണശരീരത്തിലേക്കാണ് ജീവാത്മാവ് അഥവാ ശുദ്ധമായ ആത്മചൈതന്യം പ്രവേശിക്കുന്നത്. സൃഷ്ടിയുടെ ആരംഭം മുതൽ സൂക്ഷ്മ ശരീരവും കാരണശരീരവും ആത്മാവും ഒരുമിച്ചാണ് യാത്ര ആരംഭിക്കുന്നത്. ജീവി ശരീരത്തിലെ ഏറ്റവും പ്രധാനമായ ഈ ഭാഗങ്ങൾ അഗോചരങ്ങളാണ്. അതായത് നമ്മുടെ ദൃഷ്ടിയിൽപ്പെടില്ല, നമുക്ക് കാണാൻ സാധിക്കാത്തവയാണ്, സൂക്ഷ്മങ്ങളാണ്, അതിസൂക്ഷ്മമാണ്. ഓരോ ജന്മങ്ങൾ കഴിയുന്തോറും ഈ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലും വാസനകളും കർമ്മഫലങ്ങളും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കും ഓരോ ജന്മത്തിലെയും കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇനി എന്താണ് സ്ഥൂല ശരീരം? പഞ്ചഭൂത നിർമ്മിതമായ, പഞ്ചഭൂതങ്ങളേതൊക്കെയാണ്? ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി. അങ്ങനെ പഞ്ചഭൂത നിർമ്മിതമായ 5 ജ്ഞാനേന്ദ്രിയങ്ങളുടെയും 5 കർമ്മേന്ദ്രിയങ്ങളുടെയും ബാഹ്യരൂപങ്ങളടങ്ങിയ, അതിൻ്റെ സൂക്ഷ്മരൂപമാണ് സൂക്ഷ്മ ശരീരത്തിലുള്ളത്. അവയുടെ ബാഹ്യരൂപങ്ങളാണ് സ്ഥൂല ശരീരത്തിലുള്ളത്. അതായത് കണ്ണ്, മൂക്ക്, ത്വക്ക്, നാവ്, ഇതിൻ്റെയുള്ള ബാഹ്യരൂപങ്ങൾ അടങ്ങിയ ഭൗതിക ദേഹത്തെയാണ് സ്ഥൂല ശരീരം എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഭൗതികമായ, നമുക്ക് കാണാൻ കഴിയുന്ന ഈ ശരീരത്തെയാണ് സ്ഥൂല ശരീരം എന്ന് വിളിക്കുന്നത്. അത് ഗോചരമാണ്, അതായത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സൂക്ഷ്മ ശരീരവും കാരണശരീരവും സ്ഥൂല ശരീരവും എല്ലാം ചേരുന്നതിനാണ് ഒരു ജീവിയുടെ ശരീരം എന്ന് പറയുന്നത്. ഇവയെ ചേർത്തു നിർത്തി അതിനുള്ളിൽ വസിക്കുന്ന ചൈതന്യമാണ് ആത്മാവ്. അത് പരമാത്മാവിൻ്റെ അംശമാണ്. ശരീരത്തെ ഒരു കമ്പ്യൂട്ടറിനോട് ഉപമിച്ചാൽ സൂക്ഷ്മ ശരീരം അതിൻ്റെ പ്രോഗ്രാമുകളടങ്ങുന്ന സോഫ്റ്റ്വെയർ പാർട്ടാണ്. സ്ഥൂല ശരീരമാകട്ടെ ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും. അതായത് ഇൻപുട്ട് ഡിവൈസസ് ആണ് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് കർമ്മേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രെയിൻ, ഇതെല്ലാം അടങ്ങുന്ന സ്ഥൂല ശരീരം എന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസസും, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന ഇൻപുട്ട് ഡിവൈസസും കർമ്മേന്ദ്രിയങ്ങളാകുന്ന ഔട്ട്പുട്ട് ഡിവൈസും, മദർ ബോർഡ്. ഇനി ഏതാണ് ഈ മദർ ബോർഡ്? കമ്പ്യൂട്ടറിൽ മദർ ബോർഡ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സിരാപടലം. അതായത് നമ്മുടെ നാഡീഞരമ്പുകൾ, രക്തക്കുഴലുകളല്ല, നാഡികൾ. ആ സിരാപടലമാണ് ശരീരത്തിലെ മദർ ബോർഡ് എന്ന് പറയുന്നത്. ബ്രെയിനാണ് ഇതിൻ്റെ ഹാർഡ് ഡിസ്ക്. ഇതെല്ലാം സൂക്ഷിക്കുന്ന ഹാർഡ് ഡിസ്ക്കാണ് ബ്രെയിൻ. അപ്പോൾ ഇവയെല്ലാം അടങ്ങുന്നതാണ് ഈ സ്ഥൂല ശരീരം എന്ന് പറയുന്നത്. ഹാർഡ്വെയറാണ്, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറാണ് അത്. ഇനി ജനന മരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവാത്മാവ് സൂക്ഷ്മ ശരീരത്തോടൊപ്പം പഞ്ചഭൂത നിർമ്മിതമായ ഭൗതിക ശരീരത്തിൽ പ്രവേശിക്കുന്നതിനെ അഥവാ അനുയോജ്യമായ ഭൗതിക ശരീരം സ്വീകരിക്കുന്നതിനെ ജനനം എന്ന് പറയുന്നു. ജീവാത്മാവ് ഭൗതിക ശരീരം വിട്ടുപോകുന്നതിനെ അഥവാ ഉപേക്ഷിക്കുന്നതിനെ മരണം എന്ന് പറയുന്നു. ഓർക്കുക, മരണം ഭൗതിക ശരീരത്തിന് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. സൂക്ഷ്മ ശരീരവും കാരണശരീരവും അപ്പോഴും ജീവാത്മാവിനോടൊപ്പം ഉണ്ടാകും. അവ നശിക്കുന്നില്ല, മരിക്കുന്നില്ല. മരണമെന്നത് ഭൗതിക ശരീരം മാറുന്ന പ്രക്രിയയാണ്. വസ്ത്രം മാറുന്നത് പോലെ ശരീരം മാറുന്ന പ്രക്രിയയാണ് മരണമെന്ന് പറയുന്നത്. എങ്ങനെയാണോ മനുഷ്യൻ ജീർണിച്ച വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം സ്വീകരിക്കുന്നത്, അതുപോലെ ജീർണിച്ച് പഴകിയ അഥവാ ഉപയോഗശൂന്യമായ
ബാഹ്യ ശരീരത്തെ ഉപേക്ഷിച്ച് ജീവാത്മാവ് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നു. ഭൗതിക ശരീരത്തിൻ്റെ ഭാഗികമായ മരണം ദിവസേന സംഭവിക്കുന്നുണ്ട്. ശരീരകോശങ്ങളിൽ ഒരു ഭാഗം നശിക്കുകയും പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ദിവസേന. മുഷിഞ്ഞ വസ്ത്രം കഴുകി വീണ്ടും ഉപയോഗിക്കുന്ന പോലെ നാം ശരീരവുമായി ഇങ്ങനെ ജീവിക്കുകയാണ്. മുഷിഞ്ഞ വസ്ത്രം നമ്മൾ കഴുകി ഉപയോഗിക്കും. അതുപോലെ ദിവസേന നമ്മുടെ ശരീരത്തിൽ കുറേ ഭാഗങ്ങൾ ഇല്ലാതെയാകുന്നു, പുതിയവ കുറേ ഉണ്ടായി വരുന്നു. ജനിക്കുമ്പോഴുള്ള ശരീരരൂപമല്ല നമുക്ക് മരിക്കാറാകുമ്പോഴുണ്ടാകുന്നത്. തീർത്തും ഉപയോഗശൂന്യമാകുമ്പോൾ അത് ഉപേക്ഷിക്കപ്പെടുന്നു, പുതിയ ശരീരം സ്വീകരിക്കുന്നു. അതാണ് പുനർജന്മം എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. ഇതൊരു തുടർക്കഥയാണ്. ജന്മങ്ങൾ തോറും സൂക്ഷ്മശരീരവും കാരണശരീരവും ജീവാത്മാവിനോടൊപ്പം ഉണ്ടാകും. എന്നാൽ ഏതെങ്കിലും ജന്മത്തിൽ മരണസമയത്ത് ജീവാത്മാവ് ഈ സ്ഥൂല ശരീരത്തോടൊപ്പം, അതായത് ഈ ഭൗതിക ശരീരത്തോടൊപ്പം സൂക്ഷ്മ ശരീരവും ഉപേക്ഷിക്കുന്നുവെങ്കിൽ അതിനാണ് മോക്ഷം അഥവാ മുക്തി എന്ന് പറയുന്നത്. ജന്മാന്തരങ്ങളായുള്ള കർമ്മഫലങ്ങളെല്ലാം അനുഭവിച്ച് തീരുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ. എളുപ്പമല്ല. അപ്പോഴേക്കും കാരണശരീരവും യാത്രയുടെ തുടക്കത്തിലേതുപോലെ ഗുണരഹിതവും കർമ്മഫലശൂന്യവും ആയിത്തീരും. ആ അവസ്ഥയിൽ മാത്രമേ മുക്തി ഉണ്ടാവുകയുള്ളൂ. മുക്തനായ ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചു ചേരും. ഭൗതിക ശരീരം പഞ്ചഭൂതങ്ങളിലും സൂക്ഷ്മ ശരീരം മൂലപ്രകൃതിയിലും ലയിച്ചു ചേരും. അങ്ങനെയാണ് ആ ജീവനും ആത്മാവും അതിൻ്റെ യാത്ര പൂർത്തിയാക്കുന്നത്. ഇനി മൃത്യു ഉണ്ടാകാൻ കാരണം എന്താണ്? നാം ഏതെങ്കിലും ഒരു വസ്തുവിനെ നിരന്തരം ഉപയോഗിക്കുകയാണെന്നിരിക്കട്ടെ, ആ വസ്തുവിൻ്റെ കഴിവുകൾ ക്രമേണ കുറഞ്ഞു വരുന്നതായി കാണാം. ക്രമേണ റിപ്പയർ ചെയ്തെടുത്താലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ആ വസ്തു മാറ്റി നമ്മൾ പുതിയവ സ്വീകരിക്കേണ്ട അവസ്ഥ വരും. അതുപോലെ നിരന്തരമായ ഉപയോഗത്താൽ ഭൗതിക ശരീരത്തിൻ്റെയും കഴിവുകൾ കുറഞ്ഞു വരുന്നു, ഇന്ദ്രിയങ്ങൾ ദുർബലങ്ങളാകുന്നു, ജീവാത്മാവിന് ആ ശരീരം ഒരു ബാധ്യതയായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ ആ ശരീരത്തിനെ ഉപേക്ഷിക്കുന്ന പ്രക്രിയയാണ് മരണം അഥവാ മൃത്യു എന്ന് പറയുന്നത്. മൃത്യു എന്ന അവസ്ഥ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ മരണമില്ലാത്ത അവസ്ഥ വരാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ശാസ്ത്രജ്ഞന്മാർ. അങ്ങനെ മൃത്യു ഇല്ലാത്ത അവസ്ഥ വന്നാൽ ലോകത്തിൽ വലിയ അവ്യവസ്ഥയുണ്ടായിത്തീരും. മരണമില്ലാതെ ആയാൽ ജനസംഖ്യ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. പഴയ വാഹനങ്ങളെ കൊണ്ട് നിറയുന്ന വാഹന ലോകം പോലെ നിഷ്ക്രിയരായ വൃദ്ധരെ കൊണ്ട് ലോകം മുഴുവനും നിറയും. കുഞ്ചൻ നമ്പ്യാരുടെ കാലനില്ല കാലം എന്ന കവിതയിൽ പറയുന്നത് പോലെ ലോകജീവിതം അതിദുഷ്കരമായിത്തീരും മരണമില്ലാത്ത അവസ്ഥ വന്നാൽ. ഇനി മൃത്യു അശുഭകാരിയാണോ? മരണം എന്ന് പറയുന്നത് അശുഭമായ ഒരു കാര്യമാണോ? അല്ല. അതൊരു പുനർനിർമ്മാണ പ്രക്രിയയാണ്. ഈശ്വരൻ്റെ ഒരു കർമ്മ പദ്ധതിയാണത്. വാർദ്ധക്യം ബാധിച്ച ഒരാളുടെ മരണത്തിൽ ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ചെണ്ട കൊട്ടിയും പടക്കം പൊട്ടിച്ചും ആഹ്ലാദത്തോടെയാണ് മൃതദേഹം സംസ്കരിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൽ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യൻ മൃത്യുവിനെ ഭയക്കുന്നത് എന്തിനാണ്? കാരണം സാധാരണ ജനങ്ങൾ മൃത്യുവിൻ്റെ വൈജ്ഞാനിക സ്വരൂപത്തെ അറിയുന്നില്ല. മരണസമയത്ത് വളരെയേറെ കഷ്ടതകളും വേദനയും അനുഭവിക്കേണ്ടി വരും എന്ന് അവർ ഭയപ്പെടുന്നു. വേദങ്ങളോ ഉപനിഷത്തുകളോ ദർശനങ്ങളോ പഠിക്കാത്ത അവർ അജ്ഞാന അന്ധകാരത്തിൽപ്പെട്ട് മൃത്യു സ്വാഭാവികമായി സംഭവിക്കുന്നതിന് മുൻപ് തന്നെ ഭയം മൂലം മരണപ്പെട്ടു പോകും. ചിലർ പേടി കൊണ്ട് തന്നെ മരണപ്പെട്ടു പോകും. ഈ മൃത്യു സമയത്തെ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ഉറങ്ങാൻ കിടങ്ങുമ്പോൾ സാവധാനം ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന സമയം നമുക്കെന്ത് തോന്നുന്നുവോ അതുപോലെയാണ് മരണാവസ്ഥയും. ഉറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ഒരു അനുഭവവും ഉണ്ടാകുന്നില്ല. അതുപോലെ നമ്മൾ മരണപ്പെടുന്ന അവസ്ഥയിൽ നമ്മുടെ ബോധം മറിയുന്നു, ശ്വാസം നിലയ്ക്കുന്നു, ഇന്ദ്രിയങ്ങൾ നിശ്ചലമാകുന്നു. അതിനാൽ ഒരു തരത്തിലുള്ള ശാരീരിക പീഡയും നമുക്ക് അനുഭവവേദ്യം ആകില്ല.
അനസ്തേഷ്യ നൽകിയ ഒരു രോഗിയുടെ അവസ്ഥ പോലെയാണത്. ഈശ്വരൻ നൽകിയിരിക്കുന്ന ഒരു കൃപയാണ് അത്. ഒരു ദീർഘ സുഷുപ്തിയിലേക്ക് നയിക്കപ്പെടുകയാണ് മരണത്തിൽ, വീണ്ടും ഉണരാത്ത നിദ്രയിലേക്ക്. മൃത്യുവിൽ നിന്നും ആർക്കും മോചനമില്ല. മൃത്യുഭയത്തിൽ നിന്നും മോചനം നേടണം. മൃത്യുവിൽ നിന്ന് മോചനമില്ല, പക്ഷേ മൃത്യുഭയമുണ്ടാകും. അതിൽ നിന്ന് മോചനം നേടണം. ഭാഗവത കഥാശ്രവണത്താൽ മൃത്യുഭയത്തെ മറികടന്ന പരീക്ഷിത്ത് രാജാവിൻ്റെ കഥ ഇവിടെ നമ്മൾ സ്മരിക്കണം. മരണഭയത്തെ അകറ്റുവാൻ എന്തു ചെയ്യണം? എപ്പോഴാണോ ആത്മീയ പാത പിന്തുടർന്ന് വേദോപനിഷത്ത് ദർശനങ്ങൾ ശ്രദ്ധയോടെ പഠിച്ച് ജീവൻ, മൃത്യു, ശരീരം, ആത്മാവ് തുടങ്ങിയ വിഷയങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ ഉള്ളിലുള്ള മൃത്യുഭയത്തെ ഇല്ലാതെയാക്കാൻ കഴിയുന്നു. യോഗമാർഗത്തിലൂടെ ചരിക്കാൻ തുടങ്ങുമ്പോൾ ജ്ഞാനപ്രാപ്തി ലഭിക്കുകയും മൃത്യുഭയം മാത്രമല്ല മറ്റ് ഭയങ്ങൾ കൂടി ഇല്ലാതെയാകും. എങ്ങനെയാണോ ഗാന്ധിജി അടക്കമുള്ള ചരിത്ര പുരുഷന്മാരായ ബലിദാനികൾ രാഷ്ട്രത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ ബലി അർപ്പിക്കാൻ തയ്യാറായിട്ടുള്ളത്, അവർക്കും യോഗദർശനങ്ങളും ഭഗവത്ഗീതയും വേദങ്ങളും തന്നെയാണ് അവരുടെ മനസ്സിനെ നിർഭയമാക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. മഹാഭാരത യുദ്ധത്തിൽ ഗുരുകാരണവന്മാരായ ഭീഷ്മരെയും ദ്രോണരെയും വധിച്ചാൽ ഉണ്ടാകുന്ന പാപഭയത്തിൽ നിന്നും യോഗേശ്വരനായ ഭഗവാൻ കൃഷ്ണൻ ഇതേ യോഗദർശനവും നിഷ്കാമകർമ്മ സിദ്ധാന്തങ്ങളും അവതരിപ്പിച്ച് ഈ ശരീരം ജനിമൃതികൾക്ക് അധീനമാണെന്ന് ബോധ്യപ്പെടുത്തി അർജുനൻ്റെ മനസ്സിനെ ഭയവിമുക്തമാക്കുകയാണ് ചെയ്തത് ഭഗവത്ഗീതയിൽ. അതുകൊണ്ട് മനുഷ്യൻ വേദാദി ഗ്രന്ഥങ്ങളെ സ്വാധ്യായം ചെയ്യുകയും സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി നിർഭയം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവർ മൃത്യുവിനെ ഭയക്കുന്നേയില്ല. മറിച്ച് പ്രസന്നതയോടെ മൃത്യുവിനെ പുൽകുവാൻ സന്നദ്ധരാവുകയും ചെയ്യുന്നു. എന്തെല്ലാം കാരണങ്ങളാലാണ് പുനർജന്മം ഉണ്ടാകുന്നത്? കർമ്മം ചെയ്യുക എന്നത് ആത്മാവിൻ്റെ സ്വഭാവമാണ്. കർമ്മം ചെയ്യാതെ ഒരു നിമിഷം പോലും നിലനിൽക്കുവാൻ ആത്മാവിന് കഴിയില്ല. ശരീരമെന്ന ആ മാധ്യമത്തിലൂടെയാണ് ആത്മാവ് കർമ്മങ്ങൾ ചെയ്യുന്നത്. സത്കർമ്മമാണെങ്കിലും അസത്കർമ്മമാണെങ്കിലും കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കർമ്മങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന പ്രാരാബ്ധങ്ങൾ അനുഭവിക്കുവാനായി വീണ്ടും വീണ്ടും ജനിക്കുന്നു, വീണ്ടും വീണ്ടും ശരീരം സ്വീകരിക്കുന്നു. ഓരോ കർമ്മത്തിനും അനുസൃതമായ ഫലമായിരിക്കും അനുഭവിക്കേണ്ടി വരിക. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന ശാസ്ത്രതത്വം ഇവിടെയും ബാധകമാണ്. അതാണല്ലോ രാമായണത്തിലും പറയുന്നത്, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരുമോ. അപ്പോൾ അതിന് ഈക്വലായിട്ടുള്ള ഫലം നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം. ഇനി എപ്പോഴാണ് പുനർജന്മം ഉണ്ടാകാതെ ഇരിക്കുന്നത്? അനേകം ജന്മങ്ങൾക്ക് ശേഷം കർമ്മഫലങ്ങളെല്ലാം അനുഭവിച്ച് തീർന്ന് വാസനകളെല്ലാം ക്ഷയിച്ച് ഗുണരഹിതമായ അവസ്ഥയെ പ്രാപിച്ച് കാരണശരീരം ശൂന്യമായ അവസ്ഥയിലെത്തിയ ആളുടെ ആത്മാവ് ഭൗതിക ശരീരം ഉപേക്ഷിക്കുമ്പോൾ അഥവാ അയാൾ മരണപ്പെടുമ്പോൾ സൂക്ഷ്മ ശരീരവും ആത്മാവിനെ വിട്ട് മൂലപ്രകൃതിയിൽ ലയിക്കുന്നു. ജന്മാന്തരങ്ങളുടെ ശേഷം സംഭവിക്കുന്ന കാര്യമാണത്. അങ്ങനെ മുക്തനായ ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു. അതോടെ ആ ജീവാത്മാവിൻ്റെ ജനിമൃതി ചക്രം യാത്ര അവസാനിക്കുന്നു. വീണ്ടും ആ ആത്മാവിന് ജനനമില്ല. ആ ആത്മാവ് അവിടെ തീർന്നു, അവിടെ ഇല്ലാതെയായി, പരമാത്മാവിൽ ലയിച്ചു ചേർന്നു. പിന്നെ അതിന് സ്വതന്ത്ര വ്യക്തിത്വമില്ല. യോഗമാർഗത്തിൽ, അതായത് ഭക്തിമാർഗം, കർമ്മമാർഗം, ജ്ഞാനമാർഗം, ഇതൊക്കെയാണ് യോഗമാർഗങ്ങൾ, അതായത് മുക്തിയിലേക്കുള്ള മാർഗങ്ങൾ. അതിൽ വളരെയധികം മുന്നോട്ട് പോയി കഠിനമായ സാധനകളാൽ പരമാവസ്ഥയായ നിർബീജ സമാധി ഭാവത്തിലെത്തുമ്പോഴാണ് കർമ്മവാസനകളും ഗുണങ്ങളും എല്ലാം ശൂന്യാവസ്ഥയെ പ്രാപിക്കുന്നത്. അത് ചില യോഗികളുടെ ഭാവമാണ്. അതിലേക്ക് ജന്മജന്മാന്തരങ്ങളിലൂടെ എത്താൻ സാധിക്കുകയുള്ളൂ. ആ അവസ്ഥയിൽ ചിത്തവൃത്തി നിരോധം സംഭവിക്കുന്നു. നമ്മുടെ എല്ലാ ചിത്തവൃത്തികളും, അതായത് നമ്മുടെ അന്തരംഗത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലാതെയാകുന്നു. ജീവാത്മാവിന് സൂക്ഷ്മ ശരീരവുമായുള്ള
ബന്ധം ഇല്ലാതെയാകുന്നു. പുനർജന്മ സാധ്യത അതോടെ അടയുന്നു. ജീവാത്മാവ് മുക്തനാകുന്നു. അങ്ങനെയാണ് മുക്തിയെ പ്രാപിക്കുന്നത്. അതുവരെയും ഈ ജനന മരണചക്രം തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിൻ്റെ രണ്ടാം ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.